പോയറ്റിൻ്റെ സമ്മറി ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് കൂടി കൂട്ടിയാൽ ആ സമ്മറി തന്നെ ആവും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവി ने മാതൃഭൂമി का वर्णन किस प्रकार किया है? കവി മാതൃഭൂമിയെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മറിയിൽ പഠിച്ചമാരെ തന്നെ ഇത്. മാതൃഭൂമിക്ക് ഹരേബര തടുപ്പർ ആകാശ് നീലരംഗക്കെ വസ്ത്രക്കി തരക് ശോഭിത് ഹേ. മാതൃഭൂമിയുടെ പച്ചപ്പാർന്ന തടത്തും ആകാശം നീലവസ്ത്രത്താലും ശോഭിതമാണ്. സൂര്യ और ചന്ദ്ര इस ഭൂമി का മുകുട് ഹേ. സൂര്യനും ചന്ദ്രനും ഈ ഭൂമിയുടെ കിരീടങ്ങളാണ്. और സമുദ്ര കരദനി ഹേ. സമുദ്രം ഒരു അരഞ്ഞാണം പോലെ കാണപ്പെടുന്നു. നദിയാം പ്രേമപ്രവാഹ ഹേ और ഫൂൾ താരെ ആഭൂഷൺ ഹേ. നദികൾ പ്രേമപ്രവാഹങ്ങളാണ്, പൂക്കളും നക്ഷത്രങ്ങളും ആഭൂഷണങ്ങളാണ്, അതായത് ആഭരണങ്ങളാണ് ഭൂമിയുടെ. ബന്ദിജൻ പക്ഷിയോं का समूह है. പക്ഷികളുടെ ഒരു കൂട്ടം തന്നെ വന്ദിക്കുന്നു ഭൂമിയെ. और शेषनाग का फण सिंहासन है. शेषनाग फण സിംഹാസനമാണ്. बादल पानी बरसाकर उसका अभिषेक करते रहते हैं. ആകാശം പാനി ബർസാക്ക വർഷം മഴ പൊഴിച്ച് ഭൂമിയെ അഭിഷേകം ചെയ്യുന്നു. ഇസ് തരയ്ക്ക് സഗുണ സാകാർ മൂർത്തി ഹേ മാതൃഭൂമി. ഇപ്രകാരം എല്ലാ നല്ല ഗുണങ്ങളുള്ള ഒരു മൂർത്തിയായിട്ടാണ് കവി മാതൃഭൂമിയെ കാണുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ തേരാ പ്രത്യുപകാർ കവി ക്യാ ഹംസേ ഹോഗ. നിന്നോടുള്ള പ്രത്യുപകാരം ഞങ്ങൾക്ക് എങ്ങനെ വീട്ടാൻ കഴിയും? കവി ഇസ് പ്രകാർ ക്യോം സോച്ച. കവി പ്രകാരം എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? മാതാ ദ്വാര അപ്നെ ബച്ചോं के लिए किए गए कार्यों के लिए പ്രത്യുപകാർ करना आसान नहीं है. ഒരു അമ്മ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ സ്നേഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാക സ്നേഹ അസീം ഹേ. അമ്മയുടെ സ്നേഹം എന്ന് നമുക്ക് വിവരിക്കാൻ പറ്റാത്തതാണ്. അതിരുകളില്ലാത്തൊരു സ്നേഹമാണ് അമ്മ കുട്ടികൾക്ക് നൽകുന്നത്. യഹാം മാതൃഭൂമി മാക്ക പ്രതി. ഇവിടെ മാതൃഭൂമിയെ അമ്മയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. മാക്കി നിസ്വാർത്ഥ സേവാ കേളിയെ പ്രത്യുപകാർ കവി നഹി കർ സക്ത. അമ്മയോടുള്ള നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പം അത്രയും നിസ്വാർത്ഥമായ സ്നേഹമാണ് മാതൃഭൂമി കുട്ടികൾക്കും അത് മനുഷ്യർക്ക് നൽകുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത രീതിയിലാണ് മാതൃഭൂമി നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ കവി ഇതിലൂടെ പറയുന്നത്. മാതൃഭൂമി സേ കവി ക ബച്പൻ കൈസെ ജുഡാ ഹേ. മാതൃഭൂമിയിൽ കവിയുടെ ചെറുപ്പം എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്? അതിൽ മാതൃഭൂമിയിൽ കവി എങ്ങനെയാണ് ചെറുപ്പം കഴിച്ചു കൂട്ടിയതും അദ്ദേഹത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നാണ് ഇതിൻ്റെ അകത്ത് വിവരിക്കുന്നത്. മാതൃഭൂമിക്ക് ധൂലിമേ ലോട്ട് ലോട്ട്കർ കവി ബഡേ ഹുയേ ഹേ. മാതൃഭൂമിയിലെ അതായത് ഭൂമിയുടെ മണ്ണിൽ ഉരുണ്ടുരുണ്ടാണ് അദ്ദേഹം വലുതായത്. ലോട്ട്ന ഉരുണ്ടുരുണ്ട്. इसी धरती पर घुटनों के बल पर रेंग कर वे धीरे धीरे पैरों पर खड़ा रहना सीख लिया है. ഈ ഭൂമിയിൽ അദ്ദേഹം നിരങ്ങി ഇഴഞ്ഞ് നിന്ന് കാൽമുട്ടുകളുടെ ഫലത്താൽ നിൽക്കാൻ അദ്ദേഹം പഠിച്ചു. इसी पुण्यभूमि में रहकर उसने श्री रामकृष्ण परमहंस की तरह सब सुखों को बाल्यकाल में ही भोगा है. അതായത് പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിന് എല്ലാ സുഖങ്ങളും കിട്ടിയാണ് അദ്ദേഹം വളർന്നത്. ഇസ്കെ കാരൺ ഹി ഉസെ ധൂൽ ഭരെ ഖീരെ കഹലായ. അതിനാൽ പൊടി നിറഞ്ഞൊരു വജ്രം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് മാതൃഭൂമി കവിക ബച്പൻ. അദ്ദേഹം മാതൃഭൂമിയിൽ കവിയുടെ ബച്പൻ എങ്ങനെയായിരുന്നു ചെറുപ്പം, അതിൻ്റെ